സുനിലേട്ടാ, ഞാൻ ഈ ABC-യിലൊക്കെ വരുന്നതിന് മുമ്പ് ഏകദേശം എനിക്കൊന്ന് ഒരു വർഷത്തിനടുത്തായിട്ടുണ്ട് നമുക്ക് ABC എന്നൊരു വാർത്ത ഞാൻ ഇടയ്ക്കൊന്ന് കണ്ടായിരുന്നു. അപ്പോൾ അതിൽ കൊല്ലത്ത് കടലിൽ പെട്രോളിയം മരുന്ന് കണ്ടുപിടിച്ചെന്നും അതിനുശേഷം നമ്മളൊരു ഗൾഫ് രാജ്യം പോലെ ആവുകയെന്നും ഭയങ്കര മാറ്റം വരും കേരളത്തിൽ നിന്നൊരു വാർത്ത. പിന്നീട് അതിനെക്കുറിച്ചൊന്നും കണ്ടില്ലല്ലോ, എന്തായി അത്? അതൊരു വാർത്തയായിരുന്നു. നമ്മളാണ് ABC ആണ് ആദ്യം അത് ബ്രേക്ക് ചെയ്തത്. കൊല്ലത്ത് 48 കിലോമീറ്റർ കൊല്ലം പട്ടണത്തിൽ നിന്ന് 48 കിലോമീറ്റർ അകലെ കടലിൽ എണ്ണയുടെ സാന്നിധ്യമുണ്ട്, പെട്രോളിയം സാന്നിധ്യമുണ്ടെന്ന് ഓയിൽ ആൻഡ് നാച്ചുറൽ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ സ്ഥാപനമാണ് കണ്ടെത്തി. അത് ഒരുപക്ഷെ അവിടുന്ന് എണ്ണപ്പാടം കണ്ടെത്തി മൈനിങ് നടത്തി നമുക്ക് പെട്രോളോ ക്രൂഡ് ഓയിലോ, പെട്രോളല്ല കുഴിച്ചെടുക്കുന്നത്, പെട്രോളിയം പ്രൊഡക്ട്സ്, ക്രൂഡ് ഓയിൽ അല്ലെങ്കിൽ പ്രകൃതി വാതകം ഒക്കെ കുഴിച്ചെടുക്കാൻ പറ്റിയാൽ കൊല്ലത്തിൻ്റെയും കേരളത്തിൻ്റെയും ഇന്ത്യയുടെയും ഭാവിക്ക് വലിയ നേട്ടമാണ് എന്നായിരുന്നു നമ്മൾ വാർത്ത പറഞ്ഞത്. അതിപ്പോൾ നമ്മളതിനകത്ത് ഏതൊക്കെ കമ്പനിയാണ് എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നതൊക്കെ പറഞ്ഞിരുന്നു. അത് പിന്നീട് ഏതാനും പത്രങ്ങളിൽ വന്നു. പക്ഷേ കേരളത്തിൽ അത് വലിയ തോതിൽ ആഘോഷിക്കപ്പെട്ടില്ല. കാരണം ഈ കൊല്ലത്തെന്നല്ല കൊച്ചിയിൽ നിന്നല്ല എവിടെ കണ്ടുപിടിച്ചാലും നരേന്ദ്രമോദിയുടെ കാലത്താണല്ലോ. അങ്ങനെ രാജ്യത്തിനൊരു വലിയ വികസനം ഉണ്ടായിട്ട് നാട്ടുകാരറിഞ്ഞിട്ട് മോദിക്ക് ഇമേജ് കൂട്ടണ്ട എന്നൊരു രീതി പൊതുവിൽ നമ്മുടെ മാധ്യമങ്ങൾക്കുണ്ട്. എന്നാൽ പിന്നെ ചങ്ങലയ്ക്ക് ഭ്രാന്ത് പിടിച്ചു, അമേരിക്ക ഭ്രാന്തന്മാരെ പോലെ പെരുമാറുന്നു എന്നൊക്കെ പറഞ്ഞ് ഈ നിയമവിരുദ്ധമായി അവിടെ പോയി ക്രൈം ചെയ്തവരെ കൊണ്ടുവരുന്നതിനെക്കുറിച്ച് കണ്ണീർ കഥയൊക്കെ ഒഴുക്കി മോദി സർക്കാരിനെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിക്കുന്ന മാധ്യമങ്ങളെ നമ്മൾ ഇന്ന് രാവിലെ കണ്ടു, നമ്മൾ വർത്തമാനം പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഏതായാലും ഇതൊരു വലിയ വാർത്തയാണ്. കേരളത്തെ ഗൾഫാക്കാൻ പറ്റുന്ന 2 വിഭവങ്ങൾ നമുക്കുണ്ട്, ഈ എണ്ണ കൂടെ ചേർത്ത്. രണ്ടാമത്തെ വിഭവത്തെക്കുറിച്ച് ഞാൻ പറയാം. ഇപ്പോൾ വന്നിരിക്കുന്നത് ഏറ്റവും പുതിയ വിവരം, സത്യത്തിൽ പാർലമെൻറ്റിൽ സുരേഷ് ഗോപി, കേന്ദ്ര പെട്രോളിയം സഹമന്ത്രിയാണ്, സുരേഷ് ഗോപി പറഞ്ഞു ഇന്നലെ ഈ എണ്ണ പര്യവേഷണത്തിൻ്റെ കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങാൻ പോവുകയാണ്. ഡ്രില്ലിങ് തുടങ്ങാൻ, ഡ്രില്ലെന്ന് വെച്ചാൽ കുഴിച്ചെടുത്ത് കടലിനടിയിൽ 300 മീറ്റർ ആഴം വരെ കുഴിച്ചെടുത്ത് എണ്ണ കണ്ടെത്തണം. അതിനുവേണ്ടി ഇപ്പോൾ ഒരു എണ്ണക്കിണർ എന്നാണ് പറഞ്ഞത്, ഒരെണ്ണം കുഴിച്ചെടുക്കാൻ ONGC തീരുമാനിച്ചു. 543 കോടി രൂപ അനുവദിച്ചു. സത്യത്തിൽ കേരളത്തെ സംബന്ധിച്ച് വലിയ വാർത്തയാവേണ്ടതാണ്. എനിക്ക് തോന്നുന്നു ഇന്ന് നമ്മുടെ പത്രങ്ങളിൽ, പ്രാദേശിക പത്രങ്ങളിലും നമ്മുടെ ചാനലുകളിലും ഒന്നാം പുറത്ത് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാവേണ്ടതാണ്. കാരണം നമ്മുടെ രാജ്യത്ത് നമ്മുടെ ഈ സംസ്ഥാനത്താണ്, കൊല്ലത്ത് നിന്ന് 48 കിലോമീറ്റർ ദൂരത്താണ് ഇത് കുഴിച്ചെടുക്കാൻ പോകുന്നത്. കുഴിച്ചെടുത്ത് അവിടെ ഒരു കിണർ കുഴിച്ചിട്ട് എണ്ണയും പ്രകൃതിവാതകവും കണ്ടെത്താൻ കഴിഞ്ഞാൽ അവിടെ ഒരു സ്ഥിരം പ്ലാറ്റ്ഫോം വരും, അവിടെ നിന്ന് പൈപ്പ് ലൈൻ വരും, അവിടെ ഇവിടെ ഇപ്പോൾ ഒരു റിഗ് ഇപ്പോൾ നിർമ്മിക്കുന്നുണ്ട്. ബ്ലോക്ക് ഫോർ ഡോൾഫിൻ എന്ന് പറയുന്ന ഡോൾഫിൻ ഡ്രില്ലിംഗ് എന്ന് പറഞ്ഞ ബ്രിട്ടീഷ് കമ്പനിയാണ് ഈ ഡ്രില്ലിംഗ് ONGC അവരെ ഏൽപ്പിച്ചിരിക്കുന്നത്. 543 കോടി രൂപ മുടക്കുന്ന ഈ പര്യവേഷണം. ഇപ്പോൾ എണ്ണ ഉണ്ടെന്ന് നമ്മൾ പ്രാഥമികമായി കണ്ടെത്തി, അത് ഏതെല്ലാം സ്ഥലങ്ങളിലാണെന്ന് കണ്ടെത്തണം. അതിനുവേണ്ടി അത് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഫീൽഡുകളുണ്ട്, ബ്ലോക്ക് എന്നാണ് പറയുന്നത്. ഇപ്പോൾ KKOSHP 20181 എന്ന് പറയുന്ന ഒരു ബ്ലോക്ക്, അതായത് അത് ചെറിയ ഏരിയൊന്നുമല്ല, 3519.69 ചതുരശ്ര കിലോമീറ്റർ, അതായത് 3500ഓളം ചതുരശ്ര കിലോമീറ്റർ ഏരിയയാണ് ഒരു ബ്ലോക്ക്. ആ ബ്ലോക്കിൽ എണ്ണയുണ്ട്. അങ്ങനെ 2-3 ബ്ലോക്കുകൾ കണ്ടെത്തിയിട്ടുണ്ട്, 3 ബ്ലോക്കുകൾ കണ്ടെത്തിയിട്ടുണ്ട്. അതായത് ഒന്ന് കേരള കൊങ്കൺ മേഖല എന്നാണ് ഈ മേഖലയെ പറയുന്നത്. ഈ മേഖലയിൽ 3 ബ്ലോക്കുകൾ ഇപ്പോൾ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ഷാലോ ഓഫ് ഷോർ എന്ന് പറയുന്നൊരു ബ്ലോക്ക്, പിന്നെ മറ്റൊരു ബ്ലോക്ക്, അതിൻ്റെ നമ്പറൊന്നും പറയണ്ട, ടെക്നിക്കലാണല്ലോ. അതിനൊക്കെ ഇതുപോലെ നേരത്തെ പറഞ്ഞതുപോലെ KKOSHP 20181 എന്ന് പറയുന്ന പോലെ KKOSHP 20221 എന്നൊക്കെ പറഞ്ഞ് ടെക്നിക്കലി ഉള്ള അതൊന്നും പറയണ്ടല്ലോ, അത് പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെ 3 ബ്ലോക്കുകൾ, അതെല്ലാം ഏതാണ്ട് ഒന്ന് 6717.56 ചതുരശ്ര കിലോമീറ്റർ ഉള്ളതാണ്. മറ്റൊന്ന് ഷാലോ ഓഫ് ഷോർ എന്ന് പറയുന്നത് 1112.71 ചതുരശ്ര കിലോമീറ്റർ ഉള്ളതാണ്. എല്ലാം കൂടെ ഏതാണ്ട് ഒരു 10,000 ചതുരശ്ര കിലോമീറ്ററോളം ഏരിയയിൽ നമ്മുടെ കൊച്ചി കൊങ്കൺ റീജിയനിൽ എണ്ണയുണ്ട്, കടലിനടിയിൽ എണ്ണയുണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അതിൻ്റെ ടെസ്റ്റ് എന്ന നിലയിലാണ് ഒരു പ്രദേശത്ത് ഇപ്പോൾ ഡ്രില്ല് ചെയ്യാൻ പോകുന്നത്. ഇത് ഇന്നലെ പാർലമെൻറ്റിൽ പറഞ്ഞിട്ടും എന്തുകൊണ്ടാണ് കേരളത്തിൽ ചർച്ചയാവാത്തതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന് BJP സർക്കാരിൻ്റെ പരിപാടിയാണ്, 2 അതിൻ്റെ മന്ത്രി ആരാണ്, സുരേഷ് ഗോപിയാണ്. അപ്പോൾ സുരേഷ് ഗോപിയുടെ കാലത്ത് സുരേഷ് ഗോപി പെട്രോളിയം വകുപ്പ് സഹമന്ത്രി ആയിരിക്കുമ്പോൾ സുരേഷ് ഗോപിയുടെ സ്വന്തം സ്ഥലമാണ്, ജന്മസ്ഥലമാണ് കൊല്ലം. അവിടുത്തെ കടലിൽ എണ്ണ കണ്ടെത്തി എന്നൊക്കെ പറഞ്ഞാൽ സുരേഷ് ഗോപിക്ക് എങ്ങാനും കുറച്ചുകൂടെ ക്രെഡിറ്റ് കിട്ടിപ്പോയാലോ എന്ന് കരുതിയിട്ട് ഈ മാധ്യമങ്ങൾ മുക്കുകയാണ്.
അപ്പോൾ ഇതിൻ്റെ ഡ്രില്ലിംഗ് അടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോൾ നടക്കാൻ പോവാണ്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ UK കമ്പനിയായ ഡോൾഫിൻ ഡ്രില്ലിംഗ് ആണ് കരാർ കൊടുത്തിരിക്കുന്നത്. അവരൊരു ഇന്ത്യൻ കമ്പനിയായ ആര്യ ഓഫ് ഷോറിന് ഉപകരാറും കൊടുത്തിട്ടുണ്ട്. ഉപകരാറും കൊടുത്ത് ഇതിൻ്റെ ടീം ഈ ഡോൾഫിൻ ഡ്രില്ലിങ്ങിൻ്റെയും ആര്യ ഓഫ് ഷോറിൻ്റെയും ആളുകൾ കഴിഞ്ഞ ഡിസംബറിൽ കൊല്ലത്ത് സന്ദർശിച്ചു. കടലിൽ പോയി ആ കണ്ട ഏരിയയൊക്കെ അവർ കണ്ടെത്തി. ഇപ്പോൾ കേന്ദ്ര സർക്കാർ 543 കോടി രൂപ അനുവദിച്ചു. ഈ 543 കോടി രൂപ അനുവദിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ ഒരു വലിയ ഈ ഖനനം നടത്താൻ ചുമ്മാ പോയി കുഴിക്കാൻ പറ്റുമല്ലോ. അവിടെ റിഗ് ഉണ്ടാക്കും. റിഗ് എന്ന് പറഞ്ഞാൽ കടലിന് വേണമെങ്കിൽ പറയാം കടലിലുണ്ടാക്കുന്ന ഒരു കൊച്ചു നഗരം പോലെയാണ്. അവിടെ ഈ വിദേശ റിഗുകളുടെയൊക്കെ ഫോട്ടോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നമുക്കൊരു ചിത്രം, ഒരു ഓയിൽ റിഗിൻ്റെ ഫോട്ടോ നമുക്കിപ്പോൾ പ്രേക്ഷകരെ കാണിക്കാം. റിഗിൽ ഓഫീസ് മുറി ഉണ്ടായിരിക്കാം, താമസിക്കാൻ സ്ഥലം ഉണ്ടായിരിക്കാം, ഹെലികോപ്റ്റർ ഇറങ്ങാനുള്ള സംവിധാനം ഉണ്ടാവും. അങ്ങനെയുള്ള ഒരു റിഗ് ഇപ്പോൾ ബ്ലോക്ക് ഫോർട്ട് ഡോൾഫിൻ എന്ന് പറയുന്ന ഒരു റിഗ് ഇപ്പോൾ അവിടെ ഉണ്ടാക്കാൻ പോവാണ്. ഒരു വലിയ റിഗ് ഇപ്പം 48 കൊച്ചിയിൽ നിന്ന് 48 കിലോമീറ്റർ പോയ കടലിൽ ഉണ്ടാക്കും. അവിടെ ഹെലിപ്പാഡ് ഉണ്ടാവും. ആശ്രാമം മൈതാനത്ത്, എനിക്കറിയില്ല എന്തുകൊണ്ടാണ് പത്രങ്ങളിൽ ഇത് വാർത്തയാവാത്തത്. ആശ്രാമം മൈതാനത്ത് ഈ റിഗിൽ നിന്ന് വന്നാൽ തിരിച്ച് ഹെലികോപ്റ്റർ ഇറങ്ങാൻ ഉതകുന്ന വിധത്തിൽ ആ ഒരു ഹെലിപ്പാഡും ഇപ്പോൾ സജ്ജമാക്കിയിട്ടുണ്ട്. അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളും അതൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ടുണ്ട്. ആശ്രാമത്ത് നേരത്തെ ഹെലികോപ്റ്റർ ഇറങ്ങുമായിരുന്നു. ഇപ്പോൾ ഈ റിഗ് ഉണ്ടാക്കുന്നതിൻ്റെ ഭാഗമായി ഹെലികോപ്റ്റർ ഇറങ്ങാനുള്ള സൗകര്യവും ചെയ്തു. അപ്പോൾ ഇത് നോക്കൂ നമുക്ക് ഈ ഇത് വന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന മെച്ചം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ബോംബെ ഉൾക്കടലിൽ നമുക്ക് ഒരു ഡ്രില്ല് ചെയ്യുന്നുണ്ട്, റിലയൻസ് ചെയ്യുന്നുണ്ട്, നമ്മുടെ ONGC ചെയ്യുന്നുണ്ട്. അപ്പം ബോംബെ ഒരു വലിയ മഹാനഗരമായതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് ഇതുകൂടി തന്നെ. ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ കുട്ടിയായിരുന്ന സമയത്ത്, സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ ബോംബെക്ക് പോയിട്ടുണ്ട്. ട്രെയിനിൽ പോകുമ്പോൾ ഈ കല്യാണം എല്ലാം കഴിഞ്ഞ് പോകുമ്പോൾ താനെ ആ കല്യാൺ ഭാഗത്തുമ്പോൾ രാത്രി ഇങ്ങനെ തീ കത്തുന്നത് കാണാം. അതായത് അവിടെ നമുക്ക് കുറേ ONGCയുടെ ഓയിൽ ഫീൽഡുകളുണ്ട്. അവിടെ നിന്ന് വരുന്ന ഈ വാതകം നമുക്ക് ഉപയോഗിക്കാൻ കഴിയാതെ ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാനന്ന് എൻ്റെ അച്ഛനോട് ചോദിച്ചാൽ അതെങ്ങനെയാണ്, ഭൂമിക്കടിയിൽ നിന്ന് ഗ്യാസ് വരുന്നുണ്ട്, ആ ഗ്യാസ് കത്തിച്ച് കളയായിരുന്നു. നമുക്കന്ന് സംഭരിക്കാനുള്ള സംവിധാനമൊന്നും അന്നില്ലായിരുന്നു. ഒരു 10-30 അല്ലെങ്കിൽ 40 വർഷത്തിനപ്പുറത്താണ്. അപ്പോൾ അന്നത്തെ കാലമാണ്. അതൊക്കെ മാറിയിട്ട് നമ്മളിതൊക്കെ ശേഖരിക്കുന്നുണ്ട്. നമുക്ക് പ്രകൃതിവാതകമുണ്ട്, നമുക്ക് നമ്മൾ ആവശ്യത്തിന് എണ്ണ, നമ്മുടെ ആവശ്യത്തിനുള്ളതല്ല, നമുക്ക് അത്യാവശ്യം വേണ്ടുന്ന കുറച്ച് എണ്ണയൊക്കെ നമ്മൾ എടുക്കുന്നുണ്ട്. റിലയൻസിനുണ്ട് പമ്പുണ്ട്, ONGC ചെയ്യുന്നുണ്ട്, പമ്പല്ല റിഗുകളുണ്ട്. നമ്മൾ എണ്ണ അല്പമൊക്കെ എണ്ണ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു രാജ്യമാണ്. നമ്മുടെ കടലിലും ഇതൊക്കെ ഉണ്ട്. അപ്പോൾ കേരള തീരത്ത് കൊല്ലത്ത് നിന്ന് വെറും 48 കിലോമീറ്റർ അപ്പുറത്തേക്ക് കടലിൽ എണ്ണ വലിയ തോതിൽ കണ്ടെത്തിയാൽ കൊല്ലം വലിയ തോതിൽ മാറാൻ പോകാം. എനിക്കൊന്ന് കേരളത്തിലെ ഏറ്റവും കൂടുതൽ സമ്പത്തുള്ള ഒരു ജില്ലയാണ് കൊല്ലം. കാരണം നമ്മൾ അങ്ങ് പെട്ടെന്ന് നോക്കുക, അതെന്ത് കൊല്ലത്ത് അത്ര വലിയ സമ്പത്തുണ്ട്. അതുകൊണ്ട് കൊല്ലത്തെ സംബന്ധിച്ച് കൊല്ലത്തിന് ആലപ്പുഴയിൽ നിന്ന് തോട്ടപ്പള്ളി മുതൽ കൊല്ലം വരെയുള്ളൊരു ബെൽറ്റ് കേരളത്തിലെ ഏറ്റവും മികച്ച ധാതുമണൽ ശേഖരമുള്ള പ്രദേശമാണ്. കരിമണൽ എന്ന് പറയും. 22 കിലോമീറ്റർ റേഞ്ചിൽ കരിമണലുണ്ട്. കരിമണൽ എന്ന് പറഞ്ഞാൽ മിനറൽ റിച്ച് ആണ്. അതിനകത്ത് ഇൽമനൈറ്റ്, മോണോസൈറ്റ് എന്നൊക്കെ പറയുന്ന ഒരുപാട് ധാതുക്കൾ കൊല്ലത്തെ കരിമണലിലുണ്ട്. ഈ കരിമണലിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇന്ധനം, ഒരു മൂലകം എന്ന് പറയുന്നത് തോറിയമാണ്. തോറിയത്തെക്കുറിച്ച് പറയുന്നത് ഭാവിയിലെ മൂലകമാണ്. അതായത് ഇപ്പോൾ നമ്മൾ ആറ്റമിക് എനർജി ഉണ്ടാക്കാൻ വേണ്ടി യുറേനിയവും പ്ലൂട്ടോണിയമാണ് ഉപയോഗിക്കുന്നത്. ന്യൂക്ലിയർ റിയാക്ടറുകളും ആണവ ബോംബുകളൊക്കെ ഉപയോഗിക്കാൻ വേണ്ടി യുറേനിയമാണ് ഉപയോഗിക്കുന്നത്, പ്ലൂട്ടോണിയം ഉപയോഗിക്കുന്നുണ്ട്. അതുകൂടാതെ അതേപോലെ തന്നെ റേഡിയോ ആക്റ്റീവതയുള്ള ഒരു മൂലകമാണ് തോറിയം. ഇത് കൊല്ലം മുതൽ ആലപ്പുഴയിലെ ആറാട്ടുപുഴ, തൃക്കുന്നപ്പുഴ മുതൽ കൊല്ലം നീണ്ടകര വരെ കിടക്കുന്ന ആ ബെൽറ്റിലെ മണ്ണിൽ സമൃദ്ധമായിട്ടുണ്ട്. ഇത് ജർമ്മൻകാരാണ് കണ്ടുപിടിച്ചത്. പണ്ട് ജർമ്മൻ ഇവിടുന്ന് കേരളത്തിൽ നിന്ന് ഈ കയറ് കയറ്റിക്കൊണ്ട് പോകുമായിരുന്നു. ആലപ്പുഴയിൽ നിന്നും കൊല്ലത്തു നിന്നും കയറ് ജർമ്മനിക്ക് കയറ്റി അയക്കും. അപ്പോൾ ഈ കയറ് പിരിക്കുന്നവർ എന്ത് ചെയ്യുന്നറിയോ, തൂക്കിയിട്ടാണല്ലോ വില നിശ്ചയിക്കുന്നത്, എത്ര കിലോ ഉണ്ടെന്ന്. ഇവർ കൊണ്ടുപോകുന്നതിന് മുമ്പ് ഇത് മണ്ണിലിട്ട് നുരുട്ടും. അപ്പോൾ മണ്ണ് പറ്റും, അപ്പോൾ തൂക്കം കൂടും. ഇങ്ങനെ ഈ കയറ് അവിടെ എത്തുമ്പോൾ ഈ ജർമ്മൻസ് ഇത് പരിശോധിച്ചപ്പോൾ അതിനകത്ത് മണ്ണുണ്ട്. ഈ മണ്ണിന് എന്തോ പ്രത്യേകത അവർക്ക് തോന്നി. അവർ പരിശോധിച്ചപ്പോൾ അതിന് റേഡിയോ ആക്റ്റീവത ഉണ്ടെന്ന് അവർക്ക് മനസ്സിലായി. അങ്ങനെ ഈ കൊല്ലം ആലപ്പുഴ തീരത്തെ ഈ മണ്ണിൽ സവിശേഷമായ ചില മൂലകങ്ങളുണ്ടെന്ന് അന്നേ ജർമ്മൻകാർ മനസ്സിലാക്കി. നമ്മുടെ ഈ കൊല്ലത്തു നിന്ന് മണ്ണ് അവർ കൊണ്ടുപോയി. അതിൽ നിന്നാണ് പണ്ട് പെട്രോമാക്സ് എന്ന് പറഞ്ഞ വിളക്കുണ്ടായിരുന്നു. കണ്ടിട്ടുണ്ടോ? ഇത്രയും കുറ്റി പോലെ ഇരിക്കും, അതിന് കണ്ണാടി ചില്ലാണ്, അതിനകത്ത് ഒരു ഫിലമെൻ്റ് ഉണ്ട്. ഫിലമെൻ്റ് എന്ന് പറഞ്ഞാൽ തുണി കൊണ്ടുള്ളതാണ്. അതിങ്ങനെ കത്തിക്കഴിഞ്ഞാൽ ഈ മഞ്ഞ വെളിച്ചമല്ലേ, വെളുത്ത വെളിച്ചം, ഇപ്പോൾ നമ്മുടെ LED ലൈറ്റുകളിലൊക്കെ പറയുന്ന പോലെയുള്ള വെള്ള വെളിച്ചമാണ്. അതിനകത്ത് മണ്ണിനടിച്ചിട്ട് പമ്പ് ചെയ്ത് കൊടുക്കണം. കല്യാണത്തിലൊക്കെ പെട്രോമാക്സ് കൊണ്ടുവരും. ഈ പെട്രോമാക്സിൻ്റെ ബർണർ ഉണ്ടാക്കുന്ന
ഇതിനുള്ള മൂലകം ഈ കൊല്ലത്തെ ധാതുമണലിൽ നിന്നാണ് കിട്ടിയത്. അങ്ങനെയാണ് പെട്രോമാക്സിൻ്റെ ബർണർ കണ്ടുപിടിച്ചത് എന്ന് പറയപ്പെടുന്നു. അപ്പോൾ ഇതൊക്കെ ഒരു വലിയ അപ്പോൾ നമ്മളിപ്പോൾ നമ്മുടെ നാട്ടിൽ പറഞ്ഞാൽ അത് തൊടാൻ പറ്റില്ല, അത് തൊട്ടാൽ പ്രശ്നമാണ്, അവിടെ കടലെടുത്ത് പോകുന്ന പറഞ്ഞാൽ. ഇപ്പോൾ ഈ ചൈനയുണ്ടല്ലോ, ചൈനയുടെ വൻമതിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ചൈനീസ് വൻമതിൽ നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. അവരുടെ ചൈന എന്ന് പറയുമ്പോൾ രണ്ട് കാര്യങ്ങളാണ്, ഒന്ന് ഡ്രാഗണയും ഒന്ന് ചൈനീസ് വൻമതിലുമാണ് കാണിക്കുന്നത്. അപ്പോൾ ഈ ചൈനയുടെ വൻമതിലിൻ്റെ ഒരു ഭാഗത്ത് ഭൂമിക്കടിയിൽ വലിയ തോതിൽ ഈ പറഞ്ഞ പോലെ അപൂർവ മൂലകങ്ങളുണ്ടെന്ന് കണ്ടെത്തി. ചൈനക്കാർ എന്ത് ചെയ്യുന്നറിയാമോ? ചൈനക്കാർ ചെയ്തത് ഈ വൻമലിൻ്റെ ആ ഭാഗം അങ്ങ് പൊളിച്ചിട്ട് അവിടെ മൈൻ ചെയ്തിട്ട് ഈ ധാതുക്കളെടുത്തു. അതിനുശേഷം ചൈനീസ് സർക്കാർ അത്രയും ഭാഗത്ത് മതിൽ കെട്ടി. നമ്മുടെ ഇവിടെയാണെങ്കിലോ വൻമതിൽ തൊട്ട് പ്രകൃതി സ്നേഹികൾ, പരിസ്ഥിതിവാദികൾ, രാഹുൽ ഗാന്ധി എല്ലാവരും കൂടെ ബഹളം വെക്കുമായിരുന്നു. അങ്ങനെയൊന്നുമില്ല. അവർക്ക് പ്രകൃതി എന്ന് പറയുന്ന മനുഷ്യന് വേണ്ടി അളവറ്റ നിധികൾ പ്രകൃതി ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. അത് ആവശ്യത്തിന് എടുക്കുക എന്നുള്ളതാണ്. പ്രകൃതിയെ കൊല്ലാതെ, പാറ പൊട്ടിക്കാതെ നമുക്ക് ജീവിക്കാൻ പറ്റുമോ? മണൽ വാരാതെ ജീവിക്കാൻ പറ്റുമോ? പക്ഷെ പാറ പൊട്ടിച്ച് മുഴുവൻ മലകളും പൊളിച്ചു കളയണമെന്നല്ല. നമുക്ക് നമ്മുടെ ആവശ്യത്തിനുള്ളത് പ്രകൃതിയിൽ നിന്ന് എടുക്കുക. അല്ലാതെ പ്രകൃതിയുടെ മുലപ്പാൽ കുടിക്കാൻ നമുക്ക്, പക്ഷെ പ്രകൃതിയുടെ മുറിച്ചെടുക്കാൻ പാടുണ്ടോ? നമ്മുടെ ചൂഷണം അങ്ങനെ പോവുകയാണ്. പക്ഷേ നമ്മളിപ്പോൾ ചെയ്യേണ്ടത് എന്താണ്? ഇപ്പം നമ്മുടെ തീരത്തിയുള്ള അപൂർവമായ വിഭവങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നില്ല. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് തൊട്ട് മുമ്പ് നാട്ടുരാജ്യങ്ങളെല്ലാം കൂട്ടി യോജിപ്പിച്ച് ഇന്ത്യയെ ഉണ്ടാക്കാൻ വേണ്ടി സർദാർ വല്ലഭായ് പട്ടേലിനാണ് ചുമതലപ്പെടുത്തിയത്. രണ്ടുപേരെ ചുമതലപ്പെടുത്തി, ഒന്ന് നെഹ്റുവിനെയും ഒന്ന് പട്ടേലിനെയും. നെഹ്റു പറഞ്ഞു കാശ്മീരിനെ ഞാൻ ഇന്ത്യയോട് ചേർത്തോളാം എന്ന് പറഞ്ഞു. അന്നോട്ട് ഇന്ന് വരെ കാശ്മീർ പ്രശ്നം തീർന്നിട്ടില്ല. അങ്ങനെ ഒന്നും ചെയ്തില്ല. പക്ഷേ പട്ടേൽ ഇന്ത്യയെ എല്ലാ രാജ്യങ്ങളെയും ഒരുമിച്ച് ചേർത്തപ്പോൾ തിരുവിതാംകൂർ പറഞ്ഞു ഞാൻ ഇന്ത്യൻ യൂണിയനിൽ ചേരുന്നില്ല എന്ന് പറഞ്ഞു. സർ സി പി പറഞ്ഞു. സർ സി പിക്ക് അറിയാമായിരുന്നു ഇന്ത്യയിൽ ചേരാതെ എനിക്ക് ഒറ്റയ്ക്ക് നിൽക്കാം. രണ്ട് കാര്യങ്ങളാണ് സർ സി പി കണ്ടതെന്നാണ് പറയുന്നത്. ഒന്ന്, ശ്രീപത്മനാഭൻ്റെ നിധി, ലോകത്തിലെ ഏറ്റവും വലിയ സമ്പത്ത് അവിടെയുണ്ട്. രണ്ടാമത് സർ സി പിക്ക് അറിയാമായിരുന്നു കൊല്ലം ആലപ്പുഴ തീരത്തെ അപൂർവമായ ഈ ധാതുമണൽ. ഇത് ഖനനം ചെയ്ത് ഉപയോഗിച്ചാൽ തിരുവിതാംകൂർ ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ രാജ്യമായി മാറുമെന്ന് അന്ന് സർ സി പിക്ക് അറിയാമായിരുന്നു. അതുകൊണ്ട് സർ സി പി ജിന്നയ്ക്ക് കത്തെഴുതുക പോലും ചെയ്തു. ഞാൻ ഇന്ത്യൻ ചേർന്നില്ല, ഞാൻ സെപ്പറേറ്റ് രാജ്യമായിട്ട് നിൽക്കാൻ പോവുകയാണ്, എന്നെ സഹായിക്കണമെന്ന് ആവശ്യപ്പെട്ട് മുഹമ്മദ് അലി ജിന്നയ്ക്ക് കത്തെഴുതിയ ആളാണ് സർ സി പി. പക്ഷെ അന്ന് സി പി പോലും ഉപയോഗിക്കണം എന്ന് കരുതിയ ഈ അപൂർവമായ ധാതു നിക്ഷേപം ഇന്നും തൊടാൻ സമ്മതിക്കാതെ നമ്മുടെ തീരത്ത് കിടപ്പുണ്ട്. കൊല്ലം തീരത്ത് കിടക്കുന്ന, ആലപ്പുഴ കൊല്ലം തീരത്ത് കിടക്കുന്ന ഈ ധാതുമണൽ ഉപയോഗിച്ചാൽ, അതിനെ യൂട്ടിലൈസ് ചെയ്താൽ നമുക്ക് കേരളം ഗൾഫായിട്ട് മാറും. അത് നമ്മൾ ഉപയോഗിക്കാൻ പരിസ്ഥിതിവാദികൾ, രാഷ്ട്രീയക്കാർ എല്ലാം സമ്മതിക്കുന്നില്ല. എന്നിട്ട് എന്ത് പറ്റിയെന്നറിയാമോ? ഈ തമിഴ്നാട്ടിൽ VV മിനറൽസ് എന്ന് പറഞ്ഞൊരു കമ്പനിയുണ്ട്. വൈകുണ്ഠരാജൻ എന്ന് പറഞ്ഞ ഒരാളാണ് നടത്തിക്കൊണ്ടിരുന്നത്. അയാൾ ഇവിടുന്ന് കരിമണൽ കടത്തിക്കൊണ്ടുപോകായിരുന്നു. അതായത് വീടുകളുടെ മുറ്റത്ത് ചാക്ക് കൊടുക്കും. ഈ ചാക്കിൽ മണ്ണ് വാരി നിറയ്ക്കുക. വൈകുന്നേരം ആകുമ്പോൾ ലോറി വരും, ഓരോ ചാക്ക് കൊണ്ടുപോകും. ഒരു ചാക്ക് മുറ്റത്തെ മണ്ണ് വെറുതെ ചാക്കിൽ നിറച്ച് കൊടുത്താൽ ഒരു ചാക്കിന് 100 രൂപ വെച്ച് കൊടുക്കുമായിരുന്നു. ഓരോ വീട്ടുകാരും 10ഉം 50ഉം ചാക്ക് ഓരോ ദിവസവും കയറ്റി വിടുമായിരുന്നു. അങ്ങനെ ഇത് മുഴുവൻ തമിഴ്നാട്ടിൽ കൊണ്ടുപോയിട്ട് തമിഴ്നാട് കമ്പനി അതിൽ നിന്ന് ഇൽമനൈറ്റും മോണോസൈറ്റും ഒക്കെ വേർതിരിച്ചെടുത്ത് 50,000 കോടി രൂപ ഉണ്ടാക്കി എന്ന് കണ്ടെത്തി. അപ്പോൾ അത് നമുക്ക് കേരളത്തിന് കിട്ടുന്ന കാശാണ്, നമ്മൾ ഉപയോഗിക്കുന്നില്ല. അപ്പോൾ IREയും ഇന്ത്യൻ റെയർ എർത്ത് എന്നും പറഞ്ഞു KMML എന്ന് പറഞ്ഞ കമ്പനികളൊക്കെ സർക്കാർ മേഖലയിലും കേന്ദ്ര സർക്കാരിൻ്റെയും സംസ്ഥാന സർക്കാരിൻ്റെയും ഉടമസ്ഥയിലുണ്ട്. പക്ഷെ അതിനൊന്നും പ്രവർത്തിക്കാൻ സമ്മതിക്കത്തില്ല. കാരണം ഈ കരിമണൽ കൊള്ളയടിച്ചുകൊണ്ട് പോകാൻ വേണ്ടിയിട്ട് ഈ കമ്പനികൾ പ്രവർത്തിച്ച കരിമണൽ കൊള്ള നടക്കത്തില്ല. അതൊക്കെ വേറെ കഥയാണ്. അപ്പോൾ നമുക്ക് വലിയ വിഭവങ്ങളുണ്ട്, ഈ വിഭവങ്ങൾ ഉപയോഗിക്കത്തില്ല, ഇതിനെക്കുറിച്ച് ആളുകൾ എഡ്യൂക്കേറ്റ് ചെയ്യത്തില്ല. ഇതാണ് കേരളത്തിൻ്റെ ഒരു വലിയ ദുരവസ്ഥ. ഇപ്പോൾ നമുക്ക് ഒരു വലിയ സൗഭാഗ്യം കൈവന്നിരിക്കുകയാണ്. നമ്മുടെ കടൽ തീരത്ത് കൊല്ലത്ത് നിന്ന് വെറും 48 കിലോമീറ്ററിനപ്പുറത്ത് എണ്ണയുണ്ട്. ഈ എണ്ണ നരേന്ദ്രമോദി വന്നപ്പോൾ ഉണ്ടാക്കിയതാണോ ഉവേ എന്ന് താഴെ ചോദ്യം വരും. അല്ലടേ, നരേന്ദ്രമോദിക്ക് മുമ്പും ഈ എണ്ണ അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ കഴിഞ്ഞ 10 വർഷത്തിനിടയ്ക്ക് നമ്മുടെ പ്രകൃതി വിഭവങ്ങളെ പരമാവധി ഉപയോഗപ്പെടുത്തണമെന്നുള്ള നരേന്ദ്രമോദി സർക്കാരിൻ്റെ ഇച്ഛാശക്തിയുടെ ഭാഗമായിട്ടാണ് കോടിക്കണക്കിന് രൂപ മുടക്കി കൊല്ലം കടലിൽ എണ്ണയുണ്ടെന്ന് പര്യവേഷണം നടത്തി ONGC കണ്ടുപിടിച്ചു എന്ന് മാത്രമല്ല, അവിടെ നിന്നത്തെ ആദ്യത്തെ കിണർ കുത്തി എണ്ണ ഉണ്ടെങ്കിൽ അതെടുക്കാനുള്ള ശ്രമവും തുടങ്ങിയത് നരേന്ദ്രമോദിയാണ്. 65 വർഷം നിങ്ങൾ ഭരിച്ചില്ലേ? അന്നും ഈ കൊല്ലത്തെ കടലിനടിയിൽ എണ്ണ ഉണ്ടായിരുന്നു. ആരും പറഞ്ഞില്ലല്ലോ, ആരും ശ്രമിച്ചില്ലല്ലോ. ഇപ്പോൾ അത് കുഴിച്ചെടുക്കുമ്പോൾ അതിൻ്റെ ക്രെഡിറ്റ് നരേന്ദ്രമോദിക്ക് തന്നെയാണ്. കൂട്ടത്തിൽ പെട്രോളിയം മന്ത്രിയായ സുരേഷ് ഗോപിക്കും കിട്ടും. അതിൻ്റെ പേരിൽ നിങ്ങൾ ഇഞ്ചി കടിച്ച കുരങ്ങനെ പോലെ ഇരുന്നിട്ട് ഒരു കാര്യമില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.